ഏറെ നാളുകൾക്ക് ശേഷം വൈഗ സ്വസ്ഥമായി ഒന്നും അറിയാതെ ഉറങ്ങി. വാവ രാവിലെ തന്നെ പോയി. ഇന്നലെ 3 പേരും കുളിച്ചുമാറിയ തുണി കഴുകി വിരിച്ചിട്ടു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിരക്കാകും. ഇന്നലെ ട്രിപ്പ് തീരുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. മരുന്നിന്റെ സെഡേഷൻ തീർന്നപ്പോൾ ചേച്ചിയും പതിയെ അനങ്ങാനും തിരിയാനും ഒക്കെ തുടങ്ങി. പതിയെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഉറങ്ങിയത്. വേദു ഒന്നും അറിയാതെ അപ്പോഴും സുഖനിദ്രയിലാണ്. വിശപ്പും ദാഹവും ഉറക്കവും ഒന്നുമില്ലാതെ ഒരുവൾ. തുണി വിരിച്ചിട്ട് ബക്കറ്റും എടുത്തു വരുമ്പോൾ വിച്ചുവേട്ടൻ ഒരു കവറും തൂക്കിപ്പിടിച്ച് അകത്തേക്ക് പോകുന്നത് കണ്ട് അതിവേഗം അവന് പിന്നാലെ ചെന്നു. വിച്ചേട്ടാ! പിന്നിൽ നിന്നും വിളിച്ച് അവനൊപ്പം എത്തി ഏണിന് കൈ കൊടുത്ത് കിതച്ചുകൊണ്ട് അവനെ നോക്കിയൊന്ന് ചിരിച്ചു. നീ എവിടെ പോയതാ? വല്ലാതെ കിതയ്ക്കുന്നവളെ നോക്കി വിച്ചു ചോദിച്ചു. ഒരു ലോങ് സ്കേർട്ടും ബനിയനുമാണ് അവളുടെ വേഷം. സ്കേർട്ടിന്റെ മുൻവശം പകുതിയിലധികം നനഞ്ഞിട്ടുണ്ട്. തലമുടിയെല്ലാം കൂടെ പിടിച്ച് ചുറ്റിക്കെട്ടി ഉച്ചിയിൽ ക്രാബിട്ടിട്ടുണ്ട്. തുണി കഴുകിയിടാൻ പോയതാ. വിച്ചേട്ടനെ കണ്ടപ്പോൾ ഓടി വന്നതുകൊണ്ടാ കിതയ്ക്കുന്നത്. സുരേഷേട്ടന് പനി കുറവുണ്ടോ? പനി കുറവുണ്ടടി. അമ്മ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വരുമ്പോൾ വരാന്ന് പറഞ്ഞു. ഇതൊന്നും വേണ്ടായിരുന്നു വിച്ചേട്ടാ. ഞങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് വാവയ്ക്ക്. ഒന്ന് പോടി. വാവ മറ്റെങ്ങോ നോക്കി പതിഞ്ഞൊരു ചിരിച്ചിരിച്ചു. ഇവരെങ്കിലും ഉണ്ടല്ലോ. രണ്ടുപേരും ഓരോന്ന് സംസാരിച്ച് റൂമിന് മുന്നിലെത്തി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതേ വേദവും വൈകിയും ഡോറിന് നേരെ നോക്കി. പെട്ടെന്ന് വിച്ചുവിനെ കണ്ടപ്പോൾ പതർച്ചയോടെ വേദു മുഖം കുനിച്ചു. വിച്ചു കുഞ്ഞൊരു ചിരിയോടെ പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം വൈകിയിലേക്കാക്കി. എങ്ങനെയുണ്ട് വൈകിയേച്ചി? കയ്യിലിരുന്ന കവർ ടേബിളിൽ വെച്ച് വിച്ചു വൈകിയുടെ നേരെ തിരിഞ്ഞു. കുഴപ്പമൊന്നുമില്ലടാ. ഇന്ന് കോളേജിൽ പോകണ്ടേ? പതിഞ്ഞ ചിരിയോടെ ചോദിച്ചവൾ. പോകാൻ ഇറങ്ങിയ കൂടെ ഇവിടെയും കൂടെ കയറിയതാ. അപ്പോഴേക്കും റൂം ക്ലീൻ ചെയ്യാൻ ആൻസി ചേച്ചി വന്നു. അയ്യോടി, വെള്ളവും ചായയും വണ്ടിയലാ. ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. വിച്ചേട്ടാ നിൽക്ക്. നീ പോയിട്ട് വാ വേദു. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കോളേജിലെത്താൻ വൈകും. തിരികെ വേഗം കയറി വന്നോണം. ഞാൻ ചേച്ചിയെ കുളിപ്പിക്കാം. വിച്ചുവിനും തടയാൻ തോന്നിയില്ല. വേദു മടിച്ചു വിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ വരാൻ പതിയെ കണ്ണു കാണിച്ചു. മുന്നേ നടന്ന വിച്ചുവിന് പിന്നാലെ തല താഴ്ത്തി വേദു നടന്നു. വിച്ചു അവളെ കാത്തെന്ന പോലെ തിരിഞ്ഞു നിന്നു. അരികിൽ അവൾ എത്തിയപ്പോൾ കയ്യിൽ കൈകോർത്തു പിടിച്ചു. പരിഭ്രമം നിറച്ചൊരു നോട്ടം അവനെ നോക്കി വേദു കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. കയ്യിൽ പിടിമുറുക്കി വിച്ചു അവൾക്കൊപ്പം നടന്നു. പരിഭ്രമത്തോടെ അവൾ ചുറ്റും നോക്കി. പെട്ടെന്നവരെ മറികടന്നു പോകുമ്പോൾ അലക്സും ശ്രദ്ധിച്ചില്ല. അല്പം മുന്നോട്ട് നടന്നവൻ പെട്ടെന്ന് നിന്നു. തിരിഞ്ഞു നോക്കി. അലക്സിന്റെ മുഖം ചുളിഞ്ഞു. വൈദേഹിയല്ലേ അത്? ആരാ കൂടെ? മനസ്സിൽ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. വൈശാഖാണ്. ആ ഹലോ, പറയടാ. നീ വീട്ടിൽ പോയോ? പോയി ഫ്രഷായി തിരികെ വന്നു. എന്താടാ? വൈകിക്ക് ഡിസ്ചാർജ് ആകാറായോ? കുഴപ്പമൊന്നുമില്ല, നാളെ പോകാം. ആർക്കും കുഴപ്പമില്ലേലാടാ? വൈശാഖ് കളിയാക്കലോടെ ചോദിച്ചു. വെച്ചിട്ട് പോടാ. നേരത്തെ അവളുടെ ഓരോ ഫോട്ടോസ് എടുത്ത് അയച്ചു തരാൻ ഞാൻ വേണമായിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്ത്. അലക്സിന് വൈകിയെ ഇഷ്ടമാണെന്നറിഞ്ഞിടയ്ക്ക് വെറുതെ ഒരു ദിവസം ഷോപ്പിൽ അവൾ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് വൈശാഖ് അലക്സിന് അയച്ചു കൊടുത്തിരുന്നു. ആ ഫോട്ടോയാണ് അവൻ്റെ പ്രൊഫൈൽ പിക്ക്. പിറ്റേന്ന് രാവിലെ വിളിച്ചു ചോദിച്ചു, എൻ്റെ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ അയക്കടാന്ന്. പിന്നൊരു പതിവായിരുന്നു. നീ ഒന്ന് വെച്ചിട്ട് പോയേ, ഞാൻ റൗണ്ട്സിലാ. ഫോൺ കട്ടാക്കി ജീൻസിൻ്റെ പോക്കറ്റിലിട്ടു. ആദ്യം വൈകയ്ക്കരികിലേക്ക് തന്നെയാണ് പോയത്. അലക്സ് ചെല്ലുമ്പോൾ വൈഗ വിൻഡോ സൈഡിലെ ജനാലക്കരികിലേക്ക് മുഖം ചായച്ചു വെച്ചിരിക്കുവാണ്. പെട്ടെന്ന് മുഖം തിരിച്ചപ്പോൾ കണ്ടു കട്ടിളപ്പടിയിലേക്ക് ചാരി മാറിൽ കൈകെട്ടി നിൽക്കുന്നവനെ. പരിഭ്രമം നിറച്ച അവളുടെ നോട്ടത്തിൽ ചെറുചിരിയോടവൻ അകത്തേക്ക് കയറി. അരികിലേക്ക് വരുന്ന കാലടി ശബ്ദത്തിൽ വൈകിയൊന്ന് പതറി. കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ ഇന്ന്, മുന്നിൽ വന്നു നിന്നവൻ പറയുമ്പോൾ കുനിഞ്ഞിരുന്ന തല വൈകി ഉയർത്തിയതേയില്ല. കൈ ധരിച്ചിരുന്ന നൈറ്റിയിൽ തെരുത്തു പിടിച്ചിട്ടുണ്ട്. കൈത്തണ്ട പിടിച്ചവൻ നോക്കുമ്പോൾ വൈഗ പകപ്പോടെ മുഖം ഉയർത്തി. കൈ നീരി വെച്ചിട്ടുണ്ടല്ലോ, മാറ്റി കുത്തട്ടെ? വേണ്ടെന്നവൾ തല വിലങ്ങനെ അനക്കി. എന്തേ? ഇനി മരുന്നൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ട്രിപ്പ് വേണ്ട. ക്ഷീണവും മാറിയിട്ടുണ്ട്. ടേബിളിൽ കോട്ടൺ ഉണ്ടോയെന്ന് അവൻ തിരഞ്ഞു. കോട്ടൺ എടുത്തുകൊണ്ട് വന്നിട്ട് മാറ്റിത്തരാം. വേദന വല്ലതും ഉണ്ടോ? ഇല്ലെന്നവൾ ചുമലനക്കി.
ഇതിലും എത്രയോ വേദന സഹിച്ച നിനക്കിതൊക്കെ ഒരു വേദനയാണോ അല്ലേ വൈക? പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. ഇനി എന്താ വൈകയുടെ തീരുമാനം? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവം സഹിക്കുന്ന ഭൂമിദേവിയെപ്പോലെ ഇനിയും മഹേഷിനൊപ്പം പോകാമെന്നാണോ? ഇല്ലെന്നവൾ തലവിലങ്ങനെ അനക്കി. തലയും പിടിച്ചവൻ സ്റ്റിച്ച് നോക്കി. വാവ കുളി കഴിഞ്ഞ് വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അലക്സ് അകന്നു നിന്നു. നാളെ ഡിസ്ചാർജ് ആക്കാം. അത്രമാത്രം വാവയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അലക്സ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ വേദു അകത്തേക്ക് കയറി വന്നു. ഒരു കൈയിൽ വെള്ളക്കുപ്പിയും മറുകൈയിൽ ഫ്ലാസ്കും ഉണ്ട്. വിച്ചേട്ടൻ പോയോ വേദു? വാവ ചോദിക്കുന്നത് കേട്ട് വേദുവിനൊപ്പം കണ്ടത് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് അലക്സിന് തോന്നി. വേദുവിനെ ഒന്ന് നോക്കി അവൻ പുറത്തേക്കിറങ്ങി. അലക്സിനെ നോക്കി ചിരിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ച് വേദു അകത്തേക്ക് കയറി. വേദു ഗ്ലാസ് കഴുകി ഫ്ലാസ്ക് തുറന്ന് ചായ ഒഴിച്ച് ഒരു ഗ്ലാസ് വൈകിക്ക് നീട്ടി. വാവ വിച്ചു കൊണ്ടുവന്ന അടപ്പുപാത്രം തുറന്ന് ഇടിയപ്പം 3 എണ്ണം ഒരു പ്ലേറ്റിലേക്ക് എടുത്തു. മുട്ടക്കറിയും വിളമ്പി വൈകിക്കരികിൽ ചെന്ന് ജനാലയുടെ പടിയിലിരുന്നു. ഓരോ വൈകിയുടെ വായിലേക്ക് വാരിക്കൊടുത്തു. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവളത് മുഴുവൻ കഴിച്ചു. ക്യാനുല റിമൂവ് ചെയ്യാൻ കോട്ടണും എടുത്തുകൊണ്ടുവന്ന അലക്സിന്റെ കണ്ണുകളും സന്തോഷം കൊണ്ടൊന്ന് നിറഞ്ഞു. അലക്സ് വന്ന് ക്യാനുല റിമൂവ് ചെയ്തു പോയി. അവളുടെ കാര്യങ്ങളൊക്കെ തനിക്ക് തന്നെ ചെയ്തു കൊടുക്കണം എന്നൊരു വാശി. അവൾക്ക് മുന്നിൽ ചെല്ലാനും അവളുടെ പരിഭ്രമം കാണാനും വേണ്ടി. വാവ ഇതുവരെ തന്നോടൊന്നും മിണ്ടിയിട്ടില്ല എന്നതൊരു വേദന തന്നെയാണ് വൈകിക്ക്. ഉച്ചയ്ക്ക് ബിന്ദു ചേച്ചിയും സുരേഷേട്ടനും ചോറും കൊണ്ടുവന്നു. പനി നന്നായിട്ട് കുറഞ്ഞിട്ടില്ല സുരേഷേട്ടന്. മാസ്ക് ഒക്കെ ധരിച്ചാണ് ആള് വന്നത്. ഏറെ നേരം ഇരുന്നിട്ടാണ് ഇരുവരും മടങ്ങിയത്. വൈകിട്ടത്തേനുള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിലും വാവ സമ്മതിച്ചില്ല. എങ്കിൽ രാവിലത്തെ കാപ്പിയും കൊണ്ടുവരാം, വന്നിട്ട് നമുക്ക് ഒരുമിച്ചങ്ങ് പോകാമെന്ന് സുരേഷേട്ടൻ പറഞ്ഞു. വൈകിക്കും വേദുവിനും കഴിക്കാൻ വിളമ്പിക്കൊടുത്തു. പച്ചമീൻ വറുത്തതും തോരൻ കറിയും മോരും. വേദുവിന് മോരിഷ്ടമല്ല. ചേച്ചിയുടെ ചോറിന് നടുക്ക് മോരൊഴിച്ചു കൊടുത്തു. നീ കഴിക്കുന്നില്ലേ വാവേ? കഴിക്കാതെ മാറിയിരുന്ന വാവ വൈകിയെ നോക്കാതെ അമർത്തിയൊന്നു മൂളി. കഴിക്കാനെടുത്ത് വേദുവിനരികിലിരുന്നു. മീൻ മാത്രം കൂട്ടിക്കഴിക്കുന്ന വേദുവിന്റെ പ്ലേറ്റിലേക്ക് തൻ്റെ പ്ലേറ്റിലിരുന്നതും കൂടെ നൽകി. വേദു മുഖം ഉയർത്തി നോക്കിയപ്പോൾ വാവ കഴിക്കാൻ കണ്ണു കാണിച്ചു. വാവേ, നിനക്കെന്നോടുള്ള പിണക്കം മാറിയില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടിരുന്നാൽ ഇന്നീ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വാശി. ഇപ്പോഴോ എന്തായി? അനുഭവിച്ചോ? അല്ലാതെ ഞാനിപ്പോൾ എന്തു പറയാനാ? ഇപ്പോഴും ഞങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാൻ ഞാൻ ചേച്ചിയെ നിർബന്ധിക്കുന്നില്ല. ഇനിയും ത്യാഗിനിയുടെ വേഷം കെട്ടി അനുജത്തിമാർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകരുത്. പോയാൽ ഈ അനുജത്തിമാരെ അങ്ങ് മറന്നേക്കണം എന്നേക്കുമായി. കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അവയെ പെയ്യാൻ അനുവദിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു വൈക. കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവന്നതാ, ഒരു വറ്റുപോലും കളയാൻ പറ്റില്ല. കയ്യിലിരുന്നുരുള പ്ലേറ്റിലേക്കിട്ട് എഴുന്നേക്കാൻ തുടങ്ങിയ വൈക വാവയെ ദയനീയമായി ഒന്ന് നോക്കി. തിരികെ കസേരയിലേക്കിരുന്നു. വാവയൊന്നും കാര്യമാക്കാതെ വാരിക്കഴിച്ചു. ഓരോ ഉരുളയും വായിലേക്കിട്ട് ജനൽപ്പടിയിൽ ഗ്ലാസ്സിൽ പകർന്നു വെച്ചിരുന്ന വെള്ളമെടുത്ത് ശ്രമപ്പെട്ടിറക്കുന്നവളെ കണ്ടപ്പോൾ വേദുവിന് സങ്കടം തോന്നി. വാവയുടെ കയ്യിൽ വേദു അമർത്തി പിടിച്ചുകൊണ്ട് വൈകിയെ കാണിച്ചു കൊടുത്തു. പാവം എന്നവൾ മെല്ലെ ചുണ്ടനക്കി. വാവ വേദുവിനെ നോക്കി കണ്ണടച്ച് കഴിക്കാൻ പറഞ്ഞു. 3 പേരും കുളിച്ചു മാറിയ തുണിയെല്ലാം വാവ പോയി കഴുകിയിട്ടു. നാളെ രാവിലെ ഡിസ്ചാർജ് ആയതുകൊണ്ട് അലക്കാനൊന്നും പോകാൻ സമയമില്ല. വീട്ടിൽ കൊണ്ടുപോയാൽ എല്ലാം കൂടെ പാടാണ്. ചേച്ചിയുടെ സാറ് വിളിച്ചിരുന്നു. തുണി അലക്കി കയറി വരുമ്പോൾ വേദു പറയുന്നത് കേട്ട് വലിയ താല്പര്യമില്ലാതെ വാവ അകത്തേക്ക് കയറി. എബിയാണെന്നറിയാം. ചേച്ചി 2 ദിവസമായി ക്ലാസ്സിൽ ചെല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് മേലാതെ ഹോസ്പിറ്റലിലാണെന്ന്. എന്തു പറ്റിയെന്ന് ചോദിച്ചു. പനിയാണെന്നാ പറഞ്ഞേ. വൈക നല്ല ഉറക്കമാണ്. വാവ ഫോണെടുത്ത് വൈകിക്കരികിൽ ബെഡിലിരുന്നു. എബിയുടെ വക സോറി എന്ന് മാത്രം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അന്ന് ക്ലാസ്സിൽ നിന്നും ഇറക്കി വിട്ടതിനാകും. ഓപ്പൺ ചെയ്യാതെ ഫോൺ ഓഫാക്കി വെച്ച് ചേച്ചിക്കരികിൽ കിടന്നു. പിറ്റേന്ന് രാവിലെ ബിന്ദു ചേച്ചിയും സുരേഷേട്ടനും വന്നു. ഡിസ്ചാർജായി. വാവ പോയി വില്ലടച്ച് തിരികെ വന്നു. ഒരിക്കൽ കൂടെ എല്ലാം എടുത്തുവെന്ന് വാവ ഉറപ്പുവരുത്തി. രാവിലെ റൗണ്ട്സിന് വന്ന് പോയതാണ് അലക്സ്. 2 ആഴ്ച കഴിയുമ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വരാൻ മാത്രം പറഞ്ഞുപോയി. 2 ദിവസമായി അവൻ്റെ കൈ കെട്ടിവെച്ചിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ സംസാരിക്കാനോ തോന്നിയില്ല വൈകയ്ക്ക്.
റോഡിൽ ഓട്ടോ നിർത്തി ഇറങ്ങുമ്പോൾ വാവ ബാഗും ഷോപ്പറും എടുത്ത് നിലത്തേക്ക് വെച്ചു. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന 200 രൂപ സുരേഷേട്ടൻ്റെ നേർക്ക് നീട്ടി. ഞാൻ അവിടുന്ന് ഇവിടെ വരെ എന്തായാലും വരേണ്ടതല്ലേ, ഇപ്പോൾ മക്കൾ ചെല്ല്. എന്നും വൈകിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വിളിക്കാൻ വരുമ്പോഴും കാശ് കൊടുക്കുമ്പോൾ സുരേഷേട്ടൻ ഇതൊക്കെ തന്നെയാണ് പറയാറ്. പറഞ്ഞിട്ട് പിന്നൊരു സംസാരത്തിന് ഇട കൊടുക്കാതെ സുരേഷേട്ടൻ ഓട്ടോ തിരിച്ച് സിറ്റിയിലേക്ക് പോയി. വരുന്ന വഴിക്കേ പറഞ്ഞിരുന്നു, വരുമ്പോൾ സിറ്റിക്ക് പോകും, 2 ഓട്ടം കിട്ടിയാൽ അത്രയായില്ലേന്ന്. ബിന്ദു ചേച്ചി അതിലെ തന്നെ വീട്ടിലേക്കും കയറിപ്പോയി. ഓ, കെട്ടിലമ്മ നല്ലൊരു ജീവിതവും കളഞ്ഞിട്ട് എഴുന്നള്ളിയോ? അല്ലേലും നല്ല ഒന്നും നിനക്കൊക്കെ പറഞ്ഞിട്ടില്ല, അനുഭവിച്ച 3 കൂടെ. ഒന്നിനെ ബാധ്യത ഒഴിവാക്കി വിട്ടിട്ട് അടുത്തതിൻ്റെ കാര്യം നോക്കാമെന്ന് വെച്ചാൽ കെട്ടും പൊട്ടിച്ചിങ്ങ് പോന്നോളും, നാശം. ഈ ചൊറുത്തവള പറയുന്നതും കേട്ട് ഇവിടെ മോങ്ങാൻ നിൽക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കേ ഉള്ളൂ. വാവ പറഞ്ഞപ്പോൾ വേദു അടക്കി പിടിച്ച് ചിരിക്കുന്നത് കണ്ടപ്പോൾ സുധാമ അവളെ നോക്കി കണ്ണുരുട്ടി. കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന വൈകിയെ വാവ നോക്കി പഠിപ്പിച്ചു. ചൊറുത്തവള നിന്റെയൊക്കെ പറതള്ളേ. പറയാൻ വന്നത് സുധാമ വിഴുങ്ങി. തനിക്കരികിലേക്ക് മുരണ്ടുകൊണ്ട് വരുന്നവളെ ദേഷിച്ചു നോക്കി. ഇങ്ങനെ കണ്ണുരുട്ടിയാൽ നിങ്ങളുടെ കൃഷ്ണമണി തെറിച്ച് താഴെ വീഴും തള്ളേ. പിന്നെ അകത്തേക്ക് കയറിയ വാവ സുധാമ്മയുടെ നേരെ തിരിഞ്ഞു. ചേച്ചിയുടെ മണ്ടയിലോട്ട് കയറാൻ നിന്നാൽ ഇനി അമ്മായിയാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. തലമണ്ട തല്ലി പൊളിക്കും ഞാൻ, പറഞ്ഞേക്കാം. വീടൊക്കെ തൂത്തിട്ടുമില്ല, തുടച്ചിട്ടുമില്ല. അഴുക്കും ചെളിയും കൊണ്ട് ആകെ നാശമായി കിടക്കുന്നു. ബിഷോപ്പർ കൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പാത്രങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. കഞ്ഞിയും കറിയും എല്ലാം ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അടുക്കളയിൽ ചേര കയറിയാൽ അറിയാത്ത അവസ്ഥ. എല്ലാം കൂടെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് വാവയ്ക്ക്. ഹോസ്പിറ്റലിൽ വെച്ച് 3 പേരും കുളിച്ചു മാറിയത് വരെ കഴുകി വന്നത് ഇവിടെ വരുമ്പോൾ സ്വസ്ഥമായൊന്ന് കിടക്കാമല്ലോ എന്നോർത്താ. ഇതിനി എങ്ങനെ ഒരു വീടാക്കിയെടുക്കും? കയ്യിലിരുന്ന ഷോപ്പർ ദേഷ്യത്തോടെ നിലത്തേക്കിട്ട് റൂമിലേക്ക് പോയി. അകത്തേക്ക് കയറിയ വൈകിയുടെയും വേദുവിൻ്റെയും മുഖം ചുളിഞ്ഞു. വൈകിയും വേദുവും റൂമിലുണ്ട്. എന്തിനാ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നത്? പുറത്തേക്കൊക്കെ ഇറങ്ങ. വൈകിയുടെ മനസ്സ് മടിച്ചു. ആളുകളുടെ പരിഹാസം. അവരുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? തുണി മാറിയിട്ട് ചേച്ചിയും കൊണ്ട് ആ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങു വേദു. ഡ്രസ്സ് മാറ്റിത്തിരിച്ച് വാവ പുറത്തിറങ്ങിയിട്ടും വൈക പതിയെ ഡ്രസ്സ് മാറ്റി പുറത്തേക്കിറങ്ങാനുള്ള മടി. വേദുവിൻ്റെ നിർബന്ധം കാരണം പിന്നെ അടുക്കള മുറ്റത്തേക്കിറങ്ങി. വാവ മുറ്റമെല്ലാം അടിച്ച് തൂത്തുവാരുന്നുണ്ട്. ഇനി അടിച്ചു പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുവാന്ന് നാട്ടുകാരെ കൂടെ അറിയിക്ക്. സുധാമ പിന്നിൽ വന്ന് നിന്ന് മുറുമുറുത്തു. അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ബിന്ദു ചേച്ചി പറമ്പിൽ നിന്നും വിളിച്ചത്. വേദു വരുന്നില്ലെന്നും പറഞ്ഞ് പെരയ്ക്കകം അടിച്ചു വരാൻ പോയി. ബിന്ദു ചേച്ചി വീണ്ടും വിളിച്ചപ്പോൾ വൈക പതിയെ പറമ്പിലേക്കിറങ്ങി അവിടേക്ക് ചെന്നു. ബിന്ദു ചേച്ചി കൊടുത്ത ഒരു ഗ്ലാസ് കട്ടനും കുടിച്ചു. അടുക്കളപ്പുറത്തെ നീണ്ട വരാന്തയിൽ ഇരിക്കുവാണ് ഇരുവരും. വൈക ഒന്നും മിണ്ടാതെ മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്നത് കണ്ട് ബിന്ദു ചേച്ചി എണ്ണമയമില്ലാത്ത പാറിപ്പറന്ന അവളുടെ തലമുടി ഒതുക്കി വെച്ചു. എന്തിനാ മോളെ നീ ഇത്രയൊക്കെ സഹിച്ചവിടെ നിന്നത്? എങ്ങു പോരാൻ പാടില്ലായിരുന്നോ? തോളിലിരുന്ന ബിന്ദു ചേച്ചിയുടെ കൈ പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. കരയാതെ പോട്ടെ, പേടിയാ ചേച്ചി. മനു അവനെന്നെ മോളെ പകപ്പോടെ ബിന്ദു ചേച്ചി വിളിച്ചു. അവൻ്റെ കയ്യിൽ വാവയുടെ ന്യൂഡ് വീഡിയോ ഉണ്ട്. പെട്ടെന്ന് ബിന്ദു ചേച്ചിക്ക് മനസ്സിലായില്ല. വാവ കുളിക്കുമ്പോൾ അറിയാതെ എടുത്തതാ, ഇവിടെ വീട്ടിൽ വെച്ച്. അവനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന്. ബിന്ദു ചേച്ചിക്ക് ഒരു തരം ഞെട്ടലായിരുന്നു. അല്പം പിന്നിലേക്ക് തലചരിച്ച ബിന്ദു ചേച്ചി പകപ്പോടെ എഴുന്നേറ്റു. മോളെ വാവേ. പിന്നിലേക്ക് മുഖം തിരിച്ച വൈകിയും വാവയെ കണ്ട് പകപ്പോടെ എഴുന്നേറ്റു. തീക്കനൽ പോലെ കത്തിച്ചലിക്കുന്ന കണ്ണുകളോടെ നിൽക്കുന്നവളെ കണ്ട് വൈകിയും ഭയന്നുപോയി. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ.